നീണ്ട ഇടവേളയ്ക്ക് ശേഷം കമൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. പേരാണെങ്കിൽ റിലീസിന് മുമ്പേ വൈറലും. ഓടി നടന്ന് അഭിനയിക്കുന്ന ഷൈൻ ടോം ചാക്കോയുടെ 100ാമത്തെ ചിത്രം. ഇങ്ങനെയൊക്കെ വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമ റിലീസിന് മുമ്പേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്ന് സംസാരിക്കാനുള്ളത് ഈ കമൽ ചിത്രത്തെക്കുറിച്ചാണ്. വിവേകാനന്ദൻ വൈറലാവുമോ? നോക്കാം. വിവേകാനന്ദൻ വൈറലാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വിവേകാനന്ദൻ എന്ന ചെറുപ്പക്കാരനാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രം. അയാൾ എങ്ങനെ വൈറലാവുന്നു, എന്താണ് അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്നെല്ലാമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വിവേകാനന്ദൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഭാര്യയും കുട്ടിയുമൊക്കെയുള്ള ഒരു സന്തുഷ്ട കുടുംബം. ചില വീക്ക്നെസ്സുകളും ആൾക്കുണ്ട്. അതിൻ്റെ പിന്നാലെ പോവുക എന്നതാണ് അയാളുടെ ജീവിത ലക്ഷ്യം. അതിനായി അയാൾ നടത്തുന്ന ചില നീക്കങ്ങളും ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെടുന്നതുമാണ് സിനിമ പറയുന്നത്. കമൽ എന്ന സംവിധായകൻ മലയാളിക്ക് അങ്ങനെ പ്രിയപ്പെട്ടതായി തീർന്നത് ഒരു സമയത്ത് അദ്ദേഹം ചെയ്തു വെച്ച ക്ലാസ് സിനിമകൾ കൊണ്ടാണ്. തിയേറ്ററും മനസ്സും നിറച്ച എത്ര ചിത്രങ്ങളാണ് കമലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയത്. കുടുംബ ചിത്രങ്ങളിലൂടെയും സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രങ്ങളിലൂടെയും മലയാളി മനസ്സിൽ എന്നേ ഇരുപ്പുറപ്പിച്ച സംവിധായകൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. സംവിധായകൻ്റെ പേര് നോക്കി സിനിമ കാണുന്നവരുടെ ലിസ്റ്റിൽ കമൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സാമൂഹ്യ പ്രസക്തിയുള്ള പ്രമേയങ്ങളെ സിനിമയാക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക മിടുക്കുമുണ്ട്. ഈ ചിത്രത്തിലേക്ക് വന്നാലും അതിന് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. മലയാള സിനിമ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത മാരിറ്റൽ റേപ്പ് എടുത്താണ് ഇപ്രാവശ്യം കമൽ സിനിമയാക്കിയിരിക്കുന്നത്. പക്ഷേ അത് മേക്ക് ചെയ്യുന്നതിലും കമലിൻ്റെ മുൻ ചിത്രങ്ങളിൽ രസിച്ചിരുന്ന് കണ്ടവർക്കും വിവേകാനന്ദൻ വൈറലാണ് കാണുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെയെന്ന് തോന്നിപ്പോകുമെന്ന് ഉറപ്പാണ്. പറയാൻ മടിക്കുന്ന ഒരു കാര്യത്തെ നല്ല ലൗഡായി പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയുടെ കുടുംബ ചിത്രങ്ങളിലെ സ്ഥിരം ടെംപ്ലേറ്റ് ഒന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതായത് സ്ഥിരം കണ്ടുമെടുത്ത ഫാമിലി ചിത്രങ്ങളിൽ നിന്ന് ഒന്ന് മാറി നടന്നിട്ടുണ്ടെന്ന് എന്നർത്ഥം. ഇതേ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു വെറുതെയല്ല ഭാര്യ. ആ ചിത്രത്തിൻ്റെയൊക്കെ അകന്ന ഒരു ബന്ധുവായി വരും വിവേകാനന്ദൻ വൈറലാണ്. സ്ത്രീയുടെ ശരീരം അവളുടേത് മാത്രമാണ്. ഭർത്താവിനോ പാർട്ട്ണർക്കോ കാമുകനോ അങ്ങനെ ആർക്കും ഒരു പരിധി വിട്ട് അതിക്രമം നടത്താനാവില്ല എന്നതാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത്. താൻ ചെയ്യുന്നത് തൻ്റെ അധികാരം സ്ഥാപിക്കലാണെന്നും ബലാത്സംഗമാണെന്നും അത് തെറ്റാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിലാണ് വിവേകാനന്ദൻ തൻ്റെ പങ്കാളികളോട് പെരുമാറുന്നത്. എന്നാൽ അതിനെ അതിജീവിക്കുകയും എതിരിടുകയും ചെയ്യുന്ന ശക്തരായ സ്ത്രീകളെ അപ്പുറത്ത് നിർത്തിയത് സിനിമയുടെ മറ്റൊരു പോസിറ്റീവായി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി സംവിധായകൻ ഉദ്ദേശിച്ചത് പൂർണ്ണാർത്ഥത്തിലോ അതല്ലെങ്കിൽ പകുതിയെങ്കിലും പ്രേക്ഷകന് കിട്ടണ്ടേ? അങ്ങനെയൊന്ന് വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയിൽ സംഭവിക്കുന്നില്ല. സിനിമയ്ക്ക് സ്വാഭാവിക ഒഴുക്ക് ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയാവുന്നത്. സിനിമയുടെ ആദ്യ പകുതി വിവേകാനന്ദൻ്റെ ലീലാവിലാസങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സഹിക്കാമെന്ന് വെക്കാം. എന്നാൽ രണ്ടാം പകുതിയിൽ ഒരു റിവഞ്ചും അതിൻ്റെ കാട്ടിക്കൂട്ടലും കണ്ടാണ് പ്രേക്ഷകൻ്റെ ക്ഷമ നശിക്കാൻ പോകുന്നത്. എന്താണ് ഇവർ കാണിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് പലപ്പോഴും. കൃത്യമായ പ്ലാനുണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു കാര്യം പിന്നെ ചെയ്യുന്നവർക്കും എന്തിന്, ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് സംവിധായകന് പോലും പിടികിട്ടുന്നില്ല. അങ്ങനെ ഒരു പോക്കാണ് രണ്ടാം പകുതിയിൽ സിനിമയ്ക്ക് സംഭവിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ എന്ന അഭിനേതാവ് അടുത്തിടെ ചെയ്യുന്ന ക്യാരക്ടറിനെല്ലാം ഒരു സമാനതയുണ്ട്. അഗ്രസീവായ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെയാണത്. പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിലും ഇത് തന്നെയാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. അയാൾ ക്യാമറയ്ക്ക് മുന്നിലാണോ അതോ പുറത്താണോ അഭിനയിക്കുന്നത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. കമലിൻ്റെ വിവേകാനന്ദനാവാൻ എന്തുകൊണ്ട് ഷൈൻ എന്നതും സംശയമായിരുന്നു. അങ്ങനെ ഒരു ഡെപ്തില്ലാത്ത തിരക്കഥയിൽ ഷൈൻ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങ് പോയി. അതായത് അദ്ദേഹത്തിൻ്റെ വൈറൽ ഇൻ്റർവ്യൂകളിൽ കാണിക്കുന്ന മാനർസങ്ങളില്ലേ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പിന്നെ അഭിനയിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ തിരക്കഥയിൽ അവർക്കായി എഴുതി വെച്ചത് അങ്ങനെ അക്ഷരം തെറ്റാതെ വായിച്ചിട്ടുണ്ട്. ഇമോഷൻ പ്രേക്ഷകരുമായി കൺവേ ആവേണ്ട ഘട്ടത്തിൽ പോലും കാണാതെ പഠിച്ച ഡയലോഗ് അങ്ങനെ വായിക്കുകയാണ് സ്വാസികയും ഗ്രേസ് ആൻ്റണിയും ഒക്കെ. ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്നത് യൂട്യൂബറായി എത്തിയ മെറീന മൈക്കിളാണ്. മാല പാർവതി, ജോഡി ആൻ്റണി ഇവർ എന്തായിരിക്കും ചെയ്യുക എന്നറിയാമല്ലോ. അതിൽ നിന്ന് അണുവിട മാറിയിട്ടുമില്ല. ചിത്രത്തിൻ്റെ അവസാനം മഞ്ജുപിള്ളയുടെ കഥാപാത്രം വരുന്നുണ്ട്. ഒരു ഡയലോഗ് പറഞ്ഞു പോകുന്നുമുണ്ട്. ആകെ സിനിമയിൽ ആ സീനും ആ ഡയലോഗുമാണ് ഉള്ളതിൽ നല്ലതെന്ന് തോന്നിയത്. അഭിനയിച്ച് ഉറപ്പിക്കാൻ ആ പരിപാടി അറിയാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഡയലോഗ് കൊടുത്തതും എന്തിനാണെന്നും മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. ചിത്രത്തിൻ്റെ പല ഷോട്ടുകളും എടുത്തു വച്ചിരിക്കുന്നത് സീരിയലുകൾക്ക് സമാനമാണ്. കമലിൻ്റെ ഒരു സിനിമയിൽ ഇത്തരം മോശം ഷോട്ടുകൾ കാണുമ്പോഴുള്ള ഒരു അത്ഭുതം ഉണ്ടാവില്ലേ, അതുണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും. ഒരു സീൻ കാണിച്ച് അടുത്തതിലേക്ക് പോയി വീണ്ടും പഴയയിടത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നേരത്തെ സംഭവിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. അതിലേക്ക് എങ്ങനെ എത്തിയെന്ന് പോലും പറയുന്നില്ല. രണ്ടാം പകുതിയിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ സിനിമ നേരിടുന്നതായി തോന്നി. ഒരു ക്രൈമിനോട് ഇങ്ങനെയാണോ സമൂഹം പ്രതികരിക്കുക എന്നത് ലോജിക്ക് വെച്ച് ചിന്തിച്ചാലും ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. ആ തിരക്കഥയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയ മറ്റൊന്ന്. ഒരാളുടെ ക്രിമിനൽ അവസ്ഥയെ സിനിമാക്കാർ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി കാണുമ്പോഴാണ് എന്താണ് ഇവർ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചു പോകുന്നത്. മാരിറ്റൽ റേപ്പ് മുൻപും മലയാള സിനിമ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഭംഗിയോടെയും വൃത്തിയോടെയും പറയാൻ ശ്രമിക്കാത്തതിൻ്റെ പ്രശ്നമാണ് വിവേകാനന്ദൻ നേരിടുന്നത്. എല്ലാറ്റിൻ്റെയും പരിഹാരം സോഷ്യൽ മീഡിയ ലൈവാണെന്ന തെറ്റിദ്ധാരണ നമ്മുടെ സിനിമാക്കാർക്ക് ഉണ്ടായിട്ട് കുറച്ച് വർഷങ്ങളായി. വൈറലായാൽ തുറന്നു പറയാനുള്ളവരെല്ലാം രംഗത്ത് വരുമെന്ന സിനിമാ ബോധം എവിടെ നിന്നുണ്ടായതാണോ ആവോ. സിനിമയുടെ അവസാനം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു വോയിസ് ഓവറുണ്ട്. ഈ സിനിമ കൊണ്ട് ഞങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് അതിൽ പറയുന്നത്.
അതൊരു ജാമ്യം എടുക്കലാവാം, അറിയില്ല. കമൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് സമൂഹം ചർച്ച ചെയ്യേണ്ട, ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ആളുകളെക്കുറിച്ചും അവരെ തുറന്നു കാണിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയാണ്. പുറത്തു പറയാതെ സഹിച്ചിരിക്കുകയല്ല വേണ്ടത്, മുഖം കാണിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് വരണമെന്നുമൊക്കെയാണ് കമൽ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അത് പറയുന്ന രീതിക്കാണ് പ്രശ്നമുള്ളതായി തോന്നിയത്. ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തും.